അടിപൊളി. ഇതിന് ഇത്രയാണ് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ കടിച്ചു. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പം ലക്ഷദ്വീപ് വന്നിട്ട് അടിപൊളി ഒരു ഫിഷിങ്ങിന് വേണ്ടി പോകണം കേട്ടോ. നമ്മൾ പോകുന്നത് ബെരുമാൾപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഈ ഒരു ബോട്ടിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം നമ്മൾ ജിഗ്ഗിങ്ങും പോപ്പിങ്ങും ഒക്കെ ചെയ്തുള്ള വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ കൂടെ കുറേ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിലേക്ക് കയറാം. പോവാം, ബാ. ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുന്നത് ജീവൻ ചേട്ടൻ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീനാണ് കേട്ടോ. കണ്ട നമ്മുടെ GT. ഓ, കോപ്പറൊക്കെ കയറി കാച്ചി കണ്ട. ഓ, ആ ഫസ്റ്റ് ഒറ്റ കണ്ട. എന്താ നമുക്ക് ലൈനിലൊരു മീൻ കിട്ടിയിട്ടായിരിക്കും കണ്ടോ. നമ്മളാ സിംപ്ലി സാബിത്ത്. മറ്റേയാണോ? എന്ത് മീനാ നിങ്ങൾക്ക് കിട്ടുന്നത്? കല്ലിൽ മീനപ്പം വലിച്ച് കല്ലിൽ കൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനെ എടുക്കാൻ വേണ്ടി ബോട്ട് പുറത്ത് പോണേ. മീന് കല്ലിൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോയതുകൊണ്ട് എൻ്റെ ഫിൻസ് ഇട്ട് ചാടി മീനെ മുങ്ങിയെടുക്കാൻ പോകും കേട്ടോ. ആഴക്കുള്ള ഏരിയ ഉണ്ട്, ഡൈവ് ചെയ്ത് അതിനെ പൊക്കിയെടുക്കാൻ വേണ്ടി പോകണം. നമ്മൾ സാവിത്താണ് ചാടുന്നത് കേട്ടോ. സാവിത്ത് ഉണ്ടോ, ഫിന്നൊക്കെ ഇട്ട് ചാടാൻ പോവാണ്. രണ്ടുപേരെ ഇറങ്ങി കേട്ടോ ഒരു മീനെടുക്കാൻ. ഒരു മീൻ കിട്ടുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളി രസമുള്ള കാഴ്ചയായിരിക്കും. കണ്ട, ഒരു മീനെ കല്ലിൻ്റെ പോട്ടി കയറിയുകൊണ്ട് അതിനെ മുങ്ങിയെടുക്കാൻ വേണ്ടി ആദ്യം ഒരാൾ ഇറങ്ങിയിട്ട് ലൂറിലായതുകൊണ്ട് ഇച്ചിരി റിസ്ക് ഉണ്ട് അതിനകത്ത്. ഇച്ചിരി ഒരു 4 മീറ്ററൊക്കെ താഴ്ച, 5 മീറ്റർ താഴ്ചയുണ്ട്. അപ്പോൾ അതിനകത്ത് അത്രയും ബ്രീത്ത് ഹോൾഡ് ചെയ്ത് അതിനെ എടുക്കാൻ ഇച്ചിരി പാടുണ്ട്. ഒരെണ്ണം കൊണ്ട് ഇറങ്ങി ഹുക്കിട്ട് കൊളുത്തി എടുക്കാൻ വേണ്ടിയാണേ. കണ്ട, ഓ കാത്തിരിപ്പെന്ന് പറഞ്ഞുണ്ടല്ലോ. ഇത് നിങ്ങളെ നമ്മൾ ഫുള്ള് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. ഒരു 1.5 മണിക്കൂറോളം ഈ ഒരു മീനിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മീൻ ഇതുവരെയും കരക്ക് കയറിയിട്ടില്ല. കാരണം നമുക്ക് നിവൃത്തിയില്ലാതെ പൊട്ടിക്കും കേട്ടോ. കാരണം മീൻ ഒരുപാട് കല്ലിനകത്ത് കയറിപ്പോയി. ഒരു മീനെ കണ്ടു, പക്ഷേ ആദ്യം എടുത്ത് ഇറക്കിയ കല്ലിന് പൊട്ടിയത് രണ്ടാമത് വേറൊരു ഹോളിലോട്ട് കയറിപ്പോയി. ഇത് അടുത്ത മീൻ അടിച്ചു കേട്ടോ. ഒരു മീന് വേണ്ടി നമ്മൾ കുറേ കിടന്ന് നഷ്ടപ്പെട്ടെ. അന്നേരം ഒന്നും നമുക്ക് അതിനെ എടുക്കാൻ പറ്റിയില്ല. കുറേ മുങ്ങിയിട്ടും പൊട്ടിച്ച് കളയേണ്ട വന്നു. ഒരു ചെറിയ മീൻ കയറുന്നുണ്ട്. ഓ, അത്ര ചെറുതല്ല. വാവ്, കണ്ടോ വേണ്ടേ. ഈ കമ്പി വെച്ച് നീരാളിയെ കുത്തിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ആ നീരാളിയെ കുത്തിപ്പിടിക്കുന്ന കമ്പിയെ. നമുക്ക് അങ്ങനെ ചെറുതാണെങ്കിലും ആദ്യത്തെ ചൂര കയറിയിട്ടുണ്ട്. ഉണ്ണി ആ ചൂര കാണിച്ചോണ്ടി. കണ്ടോ, ജിബിൻ ചേട്ടൻ തന്നെ വേണ്ടി വന്നു നമ്മൾ ചൂര കയറ്റാൻ വേണ്ടി കേട്ടോ. ചെറുതേ ഉള്ളൂ, ഇനി വലിയതിന് വേണ്ടി ഞങ്ങൾ ആചാരം. കൊടും വെയിലാണ് കേട്ടോ. കൊടും വെയിലത്ത് നിങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ ഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ അതിന് മുമ്പ് കിട്ടി 2 മീൻ ഇരിക്കുന്നുണ്ടോ. കണ്ടോ, അതുകൂടാതെ ഞങ്ങളുടെ ലൂർ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുമ്പം ഇവിടെയുള്ള ആളുകളാണ് അവിടെ വേണ്ട നീന്തി എടുത്തുകൊണ്ട് തരുന്നത്. അവർ കണ്ടോ, ഓരോ പ്രാവശ്യം ഇവരെ നമ്മൾ നല്ലതായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം ഈ പോപ്പർ എറിയുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്. നീരാളി പിടിക്കാൻ പോയ ചേട്ടന്മാർ നീരാളിയായിട്ട് വരുന്നുണ്ട്. ഇനി കയ്യിലെ നീരാളി ഉണ്ടോ വേണ്ട, നീരാളി പിടിച്ചിട്ടുണ്ട്. ഓ, അടിപൊളി. ഒന്ന് പൊക്കി കാണിച്ചേട്ടാ. കണ്ടോ നീരാളി കണ്ടോ, ഇത്രണ്ണുണ്ടോ നീ കണ്ടോ. അടിപൊളി കാഴ്ച. അങ്ങനെ നമുക്ക് കിട്ടിയ മീന് വെട്ടി റെഡിയാക്കി ഉച്ചക്കത്തേക്കുള്ള കഴിക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് കേട്ടോ. നീരാളി വൃത്തം കഴിഞ്ഞതാ ഇവിടെ വന്ന് കയറി ഉടനെ അടുത്ത പണിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് മീൻ പറഞ്ഞാൽ ഫ്രഷ് മീൻ കണ്ടോ. പച്ചയ്ക്ക് വെച്ച മീൻ ഇങ്ങനെ സെറ്റാക്കി എടുത്ത് ഇനി വെട്ടി റെഡിയാക്കി എടുക്കട്ടെ. കണ്ടോ, ചതിയൊക്കെ ആക്കി റെഡിയാക്കി എടുക്കട്ടെ. ചേട്ടാ വേഗം എങ്ങനെയാ? മുഹമ്മദ് റിയാസ്. അപ്പോൾ ആ ചേട്ടനാണ് നമുക്ക് റെഡിയാക്കി തരുന്നത്. ഇതെങ്ങനെ നമ്മൾ തന്നെ പിടിച്ച മീനെ എന്നിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ ചേട്ടൻ റെഡിയാക്കി തന്നിട്ടുണ്ട്. മീനൊക്കെ വെട്ടി നല്ല ചേട്ടനാണ് കേട്ടോ.
അപ്പോൾ ഇനി ചോറ് വിളമ്പി നമുക്ക് അങ്ങോട്ട് നല്ല അടിപൊളി മീൻ കറി മീൻ വറുത്തവരെ അങ്ങോട്ട് കഴിക്കാം. ഇപ്പോൾ ഉള്ള പെരുമുളപ്പാറാണ്. പെരുമുളപ്പാറ ആക്കത്തിൻ്റെ ഏകദേശം 25 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ലക്ഷദ്വീപിൻ്റെ മനോഹാരിതയാണ് ഇവിടെ കാണുന്നത്. എന്ത് രസമെന്ന് നോക്കി, രണ്ട് സൈഡിൽ നിന്ന് തിരകൾ വന്നിട്ട് ഈ ഒരു ഇവിടെ ഇച്ചിരി മണ്ണ്, അതായത് ആഴം കുറവുള്ള സ്ഥലമായതുകൊണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ വന്ന് നമ്മളെ തഴുകുന്നത്. അത് മാത്രമല്ല സീഗിൾസ് ഒരുപാട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എല്ലാം ഒരുമിച്ച് പറന്നു പോകുന്നൊരു കാഴ്ച കൂടെ കാണാം. കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾക്കത് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാക്കി തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരുപാട് സീഗിൾസ് ഉണ്ട്, കണ്ട. ഇതുപോലെ ലക്ഷദ്വീപിൽ വന്ന് നിങ്ങൾക്കും അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പം ഞാൻ വന്നത് എൻ്റെ ഒരു സുഹൃത്തായ അൻസാറിൻ്റെ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്, അതായത് സീഗുൾ ട്രാവൽ ഏജൻസി ഉണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കോൺടാക്റ്റും ഒക്കെ ഞാൻ കൊടുത്തിരിക്കാം. ഒരുപാട് എക്സ്പെൻസ് ആവുമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ധാരണ. പക്ഷേ 9,999 രൂപ മുതലുള്ള പാക്കേജുകൾ ലഭ്യമാണ് കേട്ടോ. അപ്പം 4 ഡേയും 3 നൈറ്റും വരുന്ന പാക്കേജാണ് 9,999 രൂപയ്ക്കുള്ളത്. ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം, നിങ്ങളും വിളിച്ചു നോക്കിക്കോളൂ. ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റാണ്. നമുക്ക് ഇങ്ങോട്ട് വരുന്നതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്കൊരു മിനിമം ചാർജൊക്കെ ഉള്ളൂ. പക്ഷേ തിരികെയുള്ള, അതായത് കുറച്ച് നേരത്തെ ഫ്ലൈറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ള യാത്ര വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പാക്കേജിന് നല്ല പാക്കേജ് സെലക്ട് ചെയ്യാമെങ്കിൽ അത്യാവശ്യം സ്കൂബ ഡൈവിങ്, സ്നോർക്ലിങ്, ടർട്ടിൽ വാച്ച്, പിന്നെ ഫിഷിങ്, അങ്ങനെ എല്ലാം, ഗ്ലാസ് ബോട്ടിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ലക്ഷദ്വീപുകാരനെ ഏറ്റവും ഫേവറേറ്റ് പാസ്റ്റ് ടൈം എന്നെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഫിഷിങ് തന്നെയാണ്. എല്ലാവർക്കും ഫിഷിങ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ലക്ഷദ്വീപിൽ ഇന്ന് വരെ ഒരൊറ്റ ഫിഷിംഗ് ടൂർണമെൻറ്റ് നടന്നില്ല എന്നുള്ളതാണ്. ലക്ഷദ്വീപിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫിഷിംഗ് സ്പോട്ടെല്ലാം ആണ് പെരുമുളപ്പാറ്, ചെറിയ പാണി എന്നെല്ലാം ചൊല്ലണ്ടേ. എന്നാലും ഫിഷിംഗ് ടൂർണമെൻറ്റ് ഏതെങ്കിലും ഒരു ദ്വീപിനടുത്ത് ലക്ഷദ്വീപുകാർക്ക് വേണ്ടി തന്നെ ആദ്യം കണ്ടക്ട് ചെയ്യലാം. നമ്മ ചേത്തലാത്തിലെ ഹർമദ് ഖാൻ അല്ലെങ്കിൽ എപ്പോഴും ചൊല്ലും ഒരു ഫിഷിംഗ് ടൂർണമെൻറ്റ് നടന്നിരിക്കില്ല, എങ്ങനെയാണ് ഞാൻ നല്ലതാ ഞാൻ എന്നെല്ലാം ചൊല്ലി പറയും. യഥാർത്ഥത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസവും എല്ലാം സംയുക്തമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബും എല്ലാം കൂടിയിട്ടും ആദ്യം ഒരു ഫിഷിംഗ് ടൂർണമെൻറ്റ് നടത്തേണ്ട. പിന്നീട് എന്നെയോണം പിന്നീട് പുറത്തുള്ള ആളുകളെല്ലാം ഇൻവൈറ്റ് ചെയ്ത് ടൂറിസം പ്രൊമോഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ഫിഷിംഗ് ടൂർണമെൻറ്റ് നടത്തണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഫിഷിംഗ് ടൂർണമെൻറ്റ് നടക്കുകയും അതൊരു വൻ വിജയമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഇപ്പോൾ ആശംസിക്കുന്നു. അടിപൊളി അടിപൊളി ദൂരമുണ്ടോ? ഇന്ന് ഇതേല് ഭയങ്കര റിസൾട്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒരു 10-15 മീൻ ജീവിച്ചാലും പിടിച്ചു തരും കേട്ടോ. തന്നെ റിസൾട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. ടങ്സ്റ്റൻ്റെ ജിഗാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റിസൾട്ട്. ഞങ്ങൾ 3 പേര് മാറി മാറിയിട്ട് ഇഷ്ടം പോലെ മീൻ പിടിച്ചു കേട്ടോ. എന്നിട്ട് ഒരുപാട് സൈസുള്ള മീനല്ല, ഒരു 3 കിലോ 2 കിലോ 1 കിലോ സൈസൊക്കെ വരുന്ന മീനാണ്. അങ്ങനെ അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഓട്ടമാണേ. കൊള്ളാം കൊള്ളാം. കൂടുതൽ എനിക്ക് അടിച്ച മീൻ ഇതാ കേട്ടോ. എടുത്തിടാം. നമ്മളിന്ന് ഉച്ചക്കത്തെ ഫുഡ് ഈ മീനായിരുന്നു കേട്ടോ. കുറേ കിടന്ന് അറിയുന്നുണ്ടോ നമ്മുടെ ബോട്ട് ഇതാണ് കേട്ടോ. കുറേ കിടന്ന് അറിയുന്നുണ്ട്. ഒരുപാട് കേട്ടോ. ഡോൾഫിൻ പോനെ ഡോൾഫിന്റെ ഇത് കണ്ടോ? നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ നമ്മുടെ ലക്ഷദ്വീപിലെ മീൻപിടുത്തമൊക്കെ ഇന്നത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ കയറുകയാണ്. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ എത്രയാണെന്ന് കാണിക്കേണ്ടത്, അത് കാണിച്ചു തരാം. എല്ലാ മീൻ പിടിക്കുന്നത് നമ്മളൊന്നും എടുത്തില്ല, കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ആ മീൻപിടുത്തം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാ കിട്ടിയ മീൻ ഇത്രയൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഹെവി സൈസൊന്നും കിട്ടിയിട്ടില്ല. ഒരു മാക്സിമം ഒരു 4 കിലോ 3 കിലോ സൈസുള്ളതൊക്കെ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ, നിങ്ങളെ കാണിച്ചു തരാം. കൂടുതലും പല വെറൈറ്റിയിലുള്ള ഹമൂറുകളും ചെറിയ ഗ്രൂപ്പറും ഒക്കെയാണ്. ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത്ര മീൻ നമുക്ക് കിട്ടുകയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിയ മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ.